കള്ളന്മാരാരും ഇവിടെ കയറുകയല്ല. അത് നോക്കാനില്ലയോ ഞാനിവിടെ. അച്ഛൻ്റെ ഈ വേഷം കാണുമ്പോൾ എനിക്ക് സങ്കട. കാശുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ നടന്ന നാട്ടുകാരെന്നാ പറയും? നാട്ടുകാര് അവർക്ക് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നേ? ഞാൻ പണമുണ്ടാക്കിയത് നാട്ടുകാർക്ക് വേണ്ടിയാണോന്ന്? നീ ഇപ്പൊ എന്റെ കാര്യം നോക്കാനല്ല ഇവിടെ നിൽക്കുന്നേ, അല്ലയോ? അച്ഛൻ എന്നതാ പറഞ്ഞോണ്ട് വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകില്ല, നിനക്കൊന്നും മനസ്സിലാകില്ല. പക്ഷേങ്കിലേ എനിക്കെല്ലാം മനസ്സിലാവും. എന്റെ കണ്ണ് എല്ലായിടത്തും ഉണ്ട്. അച്ചായ, ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി വെക്കാം. അച്ചായനൊന്ന് കുളിക്ക്. ഒരാഴ്ചയായിട്ട് കുളിച്ചിട്ടില്ലെന്നാ തോന്നുന്നേ. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ഈ തോന്നലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആ, എന്റെ കർത്താ. നീ എന്നെ കക്കാനടാ നോക്കുന്നേ? എന്റെ കൂടെ നിന്നിട്ട് എന്റെ പണം മോട്ടിക്കാൻ നോക്കണല്ലടാ. ഫിലിപ്പോസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാടാ. അത് സൂക്ഷിക്കാൻ ഫിലിപ്പോസിന് നന്നായിട്ട് അറിയാം. അച്ചായ, കിടക്ക വരിയൊക്കെ മുഷിഞ്ഞിരിക്കുക. അത് ഞാൻ നോക്കിയതാ. അതിന് നീ എന്നത്തിനാടാ കിടക്ക പൊക്കി നോക്കുന്നേ? വിരിമാറ്റി നോക്കിയാ പോരായിരുന്നോ? അച്ചായന് ഇത് എന്നാ സംശയ? ഇത്രയും കാലം കണ്ണേ പൊന്നേന്നും പറഞ്ഞു കൂടെ നടന്ന് എന്നെ അതോ സംശയിക്കുന്നേ? കുളിക്കാൻ വെള്ളം ചൂടാക്കുമ്പോ പൈപ്പിന്റെ മൂട്ടിൽ നിന്ന് ഈ തുണിയൊക്കെ ഒന്ന് മുക്കി വെക്കാലോ എന്ന് കരുതിയാ ഈ കിടക്ക് വിരി എടുക്കാൻ ഞാൻ വന്നേ. അച്ചായനെ അറിയാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? തരുന്ന കാശിന് എന്തെങ്കിലും ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെയാണോ ഇപ്പോ? ഞാൻ തന്നെ അല്ലേ എല്ലാം സൂക്ഷിക്കുന്നേ. എവിടെയൊക്കെയാ എന്തൊക്കെയാ വച്ചേക്കുന്നെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്റെ കണ്ണൊന്ന് തെറ്റിയാ പിന്നെ ഞാൻ നിന്റെ ബാല്യക്കാരനായിട്ട് നിൽക്കണം. എനിക്കറിയാം, എല്ലാരും ശത്രുക്കളാ. നീ ശത്രുവാ. നിനക്ക് പണമാ വേണ്ടത്, അല്ലൂടാ? എനിക്ക് വേണമെങ്കിൽ നേരത്തെ എടുത്തുകൂടായിരുന്നോ? ഇന്ന് വരെ ഞാനത് ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോ എനിക്ക് എന്നാത്തിന് ഇത്രയും പണം? അച്ചായൻ തന്നാ ഞാനത് വാങ്ങും, അത്ര തന്നെ. ഓഹോ, അപ്പൊ മുമ്പ് എടുക്കാനുള്ള ശ്രമം നീ നടത്തിയിട്ടുണ്ടല്ലേ? എനിക്കറിയാം, നീ മാത്രമല്ല പലരും നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ തന്നെ എല്ലാം സൂക്ഷിക്കുന്നേ. ആർക്കും അത് തൊടാൻ പോലും പറ്റത്തില്ല. ഞാനിപ്പോ പണത്തിന് കാവല് നിൽക്കുവാ. ആർക്കും കൊടുക്കത്തില്ലടാ, ആരും കൊണ്ടുപോകത്തുമില്ല. നീ നോക്കിക്കോ, നോക്കിക്കോ. എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ചായ. ഇപ്പോഴത്തെ കള്ളന്മാരാ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയാലോ? ഇല്ല, ആരും കൊണ്ടുപോകത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ സ്വത്ത്, എന്റെ മാത്രം സ്വത്ത് ആരും കൊണ്ടുപോകത്തില്ല. ആരെങ്കിലും ഇവിടെ വന്നാ കൊന്നുകളയും ഞാൻ. ഹലോ സെലിന ചേച്ചി, അപ്പോ നിനക്കെന്നെ ഓർമ്മയുണ്ട്. ഈ യൂണിഫോം കണ്ട ഏത് കൊലപ്പുള്ളിയാണെങ്കിലും ഓർമ്മിച്ചു പോവില്ലേ ചേച്ചി? എന്തു പറ്റിയിടി നിനക്ക്? വീട്ടിൽ വിളിച്ചപ്പോ അപ്പം പറഞ്ഞു നീ തലകറങ്ങി വിടുന്നു. വാട്ട്സ് ദ പ്രോബ്ലം? ഓ, അതൊന്നും സാരമില്ല, ചെറിയൊരു നോയ്സാ. ഇറ്റ്സ് ഓക്കെ. ഡോക്ടർ എന്ന് പറഞ്ഞു? ഒന്നുമില്ല ചേച്ചി, മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ പറഞ്ഞു, അത്ര തന്നെ. ആ, ദേ വന്നല്ലോ. എന്റെ അമ്മോ, ഞാൻ കരുതി റെയ്ഡിന് വന്ന വല്ല സ്പെഷ്യൽ സ്ക്വാഡുമാണെന്ന്. ഇതെപ്പോ കയറി പറ്റി ഇതിനകത്ത്? പോലീസുകാർ അങ്ങനെയാടാ മോനെ. എവിടെ എപ്പോ പ്രത്യക്ഷപ്പെടുമെന്നൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത് സോഫിയാന്റിയുടെ കാര്യത്തിലും ബാധവാ കേട്ടോ. ഒരു ദിവസം പുള്ളിക്കാരി പെട്ടെന്ന് ഓഫീസിലങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നോട് ഭയങ്കര ഉടക്ക്. ഇങ്ങനെ ഒരാൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നടിക്കാതെ ഞാനും അങ്ങോട്ട് ഫയർ ചെയ്ത് വിട്ടു.
വേണ്ടായിരുന്നു. എത്രയായാലും എന്റെ മമ്മിയല്ലേ. ഉം. നീ നീരേറ്റ് കമ്പനിയുടെ GM ആയ പിന്നെ മമ്മിയുടെ കമ്പനി അടച്ചുപൂട്ടലിന്റെ ഭീഷണിയില്ല. വേണ്ട വേണ്ട, എനിക്ക് ഇക്കാര്യത്തിൽ ഈ സ്ഥാപനത്തോടും അപ്പൂപ്പനോടും മാത്രമേ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. പിന്നതെ ഇവളോടും. എന്താ അത്? നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ എന്തോ ഒന്ന് കോമൺ ആയിട്ട് നിന്ന് പുകയുന്നുണ്ടല്ലോ. കോമൺ ആയിട്ടില്ല കേട്ടോ, പുകച്ചിലിതേ ഇവിടെ മാത്രം. എന്താ? ആർ യു സീരിയസ്? ആ എന്താ സെലിനേച്ചി അങ്ങനെ ചോദിച്ച്? എനിക്കെന്താ ഇവളെ സ്നേഹിച്ചൂടെ? പിന്നെന്താ, ചുമ്മാ സ്നേഹിച്ചാ പോരാ, കല്യാണം കഴിച്ച് പെട്ടെന്നൊരു കുടുംബം ഉണ്ടാക്കാൻ നോക്ക്. അതിന് ഈ മൃദുല ഒരുമാതിരി കയ്യാലപ്പുറത്തെ തേങ്ങമാരി നിൽക്കല്ലേ? എന്താടാ പ്രശ്നം? വെയിറ്റ് ആൻഡ് സീ. എന്നായിച്ചായ വല്ല രക്ഷയുണ്ടോ? എന്റെ ടീന കുഞ്ഞെ, പീലിപ്പോസ് അച്ചായന് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നേ. ബാത്റൂം പോലും പൂട്ടിയിരിക്കുക. ഹാ, എന്ന് പറഞ്ഞ എങ്ങനെ ചായ? അവിടെ ഇങ്ങനെ കേറി നിറങ്ങാൻ സൗകര്യം കിട്ടിയിട്ട് അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ? എന്റെ കുഞ്ഞെ, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പ്രമാണങ്ങൾ കണ്ടുപിടിക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുമല്ലയോ ഞാൻ. ദേ, കുറച്ചു മുമ്പ് കഷ്ടിച്ചാ ഞാൻ രക്ഷപ്പെട്ടെ. അങ്ങേർക്ക് ആഹാരം വിളമ്പിക്കൊടുത്ത് ഞാൻ സൂത്രത്തിൽ കിടപ്പുമുറിയിലോട്ടൊന്ന് മുങ്ങിയതാ. 1 മിനിറ്റ് കഴിഞ്ഞില്ല, പുറകിൽ നിന്നൊരു അലർച്ച. എന്നതാടാ കക്ക നോക്കുന്നേന്ന്. എന്റെ കുഞ്ഞെ, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും നിഴല് പോലെ അങ്ങേര് പുറകെ ഉണ്ടാവും. ഞാനൊന്ന് കുളിക്കാൻ കയറിയ ബാത്റൂമിന് പുറത്ത് കാവൽ നിൽക്കുക. എനിക്ക് വയ്യ കുഞ്ഞേ. ഉറക്കത്തിൽ വല്ലതും തോന്നി അങ്ങേരെന്റെ കുരവള്ളിക്ക് പിടിച്ച് തിരിച്ച കുഞ്ഞിന് നഷ്ടമൊന്നുമില്ലല്ലോ. കൊള്ളാം, എന്നാ ധൈര്യവാ! ഇങ്ങനെയുള്ള ആളെയാണോ ബാംഗ്ലൂരിൽ നിന്ന് സുന്ദരിയായ എസ്തേർ വരുമ്പോ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്? ധീരന്മാരെ ഇഷ്ടപ്പെടുന്ന സ്ത്രീ എസ്തേർ. അച്ഛൻ ഇങ്ങനെ ഭീരുവാണെന്നറിഞ്ഞ അവര് കാറ് തുപ്പുവേ. ഏയ്, എനിക്കങ്ങനെ പേടിയുണ്ടായിട്ടൊന്നും അല്ല. അങ്ങേർക്ക് വട്ടായി പോയോന്നൊരു സംശയം കൊണ്ട് പറഞ്ഞതാ. ആ, എസ്തേർ വരുമ്പോ അച്ഛന്റെ എന്തെങ്കിലും ഒരു വീരകൃത്യം പറയാൻ വേണ്ടേ? അതൊക്കെ പോട്ടെ. ആ ദുഷ്ടന് താറാവും ചിക്കനും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഒത്തിരി ചെലവാക്കുമല്ലോ അച്ചായൻ. ഇത് വെച്ചോ, വെച്ചോ. ഞാനൊരു ശ്രമം കൂടി നടത്തി നോക്കാം കുഞ്ഞെ. ഒരു ശ്രമം കൂടി പോരാ, പ്രമാണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നത് വരെ ശ്രമിക്കണം. അതാണ് യഥാർത്ഥ ധൈര്യശാലയുടെ സ്വഭാവം. ഓ, ദേ, എസ്തേറും മാത്യുസ് അച്ചാനും തമ്മിലുള്ള കല്യാണം നമുക്ക് ഈ ക്രിസ്മസിന് മുമ്പ് അങ്ങ് നടത്തണം. വേണ്ടായോ? പിന്നെ ഇനി ഒട്ടും വൈകണ്ട. പിന്നെ ഇച്ചായൻ വലിയ കോടീശ്വരനായി മാറത്തില്ലയോ? അതിനു മുമ്പ് ഫിലിപ്പോസിനെ പറ്റിച്ച് ത്രേസ്യാമ്മച്ചിയുടെ സ്വത്തുക്കളുടെ രേഖകൾ എന്റെ കയ്യിലെത്തിക്കണം. എത്തിക്കാം കുഞ്ഞെ. ദേ, എന്നാ കുതന്ത്രം ചെയ്തിട്ടാണേലും ഞാൻ അത് കൊണ്ടു തരാം. എന്നാ ഇച്ചായൻ ചെല്ല. എസ്തറിന്റെ കാര്യം മറക്കല്ലേ. നിതിൻ എന്തെങ്കിലും പറഞ്ഞോ വല്യച്ഛനോട്? എന്തെങ്കിലും എന്ന് വെച്ചാ? മൃദുലയുടെ കാര്യം. അവളുടെ കാര്യം എന്താ? വല്യച്ഛൻ പേടിക്കണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല. അവര് തമ്മില് സ്നേഹത്തിലാ. എന്നുവെച്ചാ നിതിനാണ് ഇപ്പൊ മൃദുലയെ കല്യാണം കഴിക്കണമെന്നുള്ള വാശിയിൽ നിൽക്കുന്നേ. ഞാൻ കരുതി വല്യച്ഛൻ അറിഞ്ഞു കാണുന്നു. ഇതിപ്പോ ഒരു കണക്കിന് നല്ലതല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർവതി ആന്റിക്കും ഇതൊരു ആശ്വാസമാവുന്ന എനിക്ക് തോന്നുന്നേ. വല്യച്ഛൻ എന്താന്നും പറയാത്തെ? രണ്ടുപേരുടെ ആശ അതാണെങ്കിൽ അപ്പൂപ്പനോടും കൂടി ആലോചിച്ച് എത്രയും വേഗം കല്യാണം നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്? ഇപ്പൊ ഒന്നും ശരിയാവില്ല സെലീന. അതെന്താ ശരിയാവാത്തെ? അത് പല പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ലതുമാണോ? വല്യച്ഛൻ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ. എന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനൊരു ശ്രമം. ഒഴിഞ്ഞു മാറുന്നൊന്നുമല്ല. ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം പലതരത്തിലും അത്ര നല്ലതല്ല. വെറുതെ എന്തിനാ അറിഞ്ഞുകൊണ്ടൊരു ദുരന്തം വരുത്തി വെക്കുന്നേ? ഏയ്, അതൊക്കെ ചുമ്മാതാ.
പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നത് മുറപ്പെണ്ണും മുറച്ചെറുക്കനുമായിട്ടല്ലേ? എന്നിട്ട് പിൻതലമുറക്കാർക്ക് മുഴുവൻ ദുരന്തമായിരുന്നു. വല്യച്ഛനോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിൽ അകറ്റരുത്. നിങ്ങളൊക്കെ എന്നോട് ചെയ്തതിന്റെ വേദന അനുഭവിച്ചോണ്ടാ പറയുന്നേ. നിതിന് മൃദുല ഒരുപാട് സ്നേഹം. ഞാൻ അവനോട് വളരെ നേരം പേഴ്സണലായിട്ട് സംസാരിച്ചു. വളരെ ഡീപ്പായിട്ട് അവൻ മൃദുലെ സ്നേഹിക്കുന്നുണ്ട്. അവരെ പിരിക്കരുത്. വല്ലിച്ച, എനിക്കുണ്ടായ ദുരന്തം ഇനി മറ്റൊരാൾക്കുണ്ടാവരുത്. തൻ്റെ മനസ്സിൽ ശരിക്കും എന്താ ഉള്ളത്? എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്താ ചോദിക്കാൻ? ഐ മീൻ എബൌട്ട് മീ. ഇഷ്ടം, സ്നേഹം. എന്തു തരം ഇഷ്ടം? യു ആർ ഫ്രണ്ട്ലി, ലവബിൾ, കെയറിംഗ്. സോ ഐ ലൈക്ക് യു. അത്രേ ഉള്ളൂ? വേറെന്താ വേണ്ടത്? എൻ്റെ മനസ്സിൽ എന്താന്ന് താൻ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത എന്താ? മിതു, നിന്നെ ഞാൻ ഒടുവിൽ കണ്ടത് നിനക്ക് 10 വയസ്സുള്ളപ്പോഴാണ്. അമ്മായി നീയും അങ്കിളും എയർപോർട്ടിലേക്ക് പോകാൻ കാർ കയറിയപ്പോൾ അന്നു മുതലേ എൻ്റെ മനസ്സിൽ നീയുണ്ട്. പക്ഷേ നീ ഇപ്പോൾ ഒരുപാട് മാറി. എങ്കിലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഹൈദരാബാദിലും ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. 100 കണക്കിന് പെൺകുട്ടികളെ പരിചയപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ആരോടും ഇപ്പൊ നിന്നോട് തോന്നുന്ന സ്നേഹം എനിക്ക് തോന്നിയിട്ടില്ല. നിതിൻ, യെസ്, ഐ സി എ ലൈഫ് പാർട്ണർ ഇൻ യു. അല്പസമയം മുമ്പ് നീ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ഫ്രണ്ട്ലി ആണ്, കെയറിംഗ് ആണ്, ലവബിൾ ആണെന്നൊക്കെ. അത്രേ അറിഞ്ഞാൽ മതി എനിക്ക്. ഞാൻ പപ്പയോട് പറയാൻ പോവാ നിന്നെ എനിക്ക് കല്യാണം കഴിച്ച് തരണോ. നിതിൻ. വേണ്ട, ഒന്നും പറയണ്ട. നീ ഞാൻ ഈ ജന്മത്തെ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. നിന്നെ അത്രയേറെ ആശിച്ചു പോയി ഞാൻ. ഐ നീഡ് യു. എന്താ നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു? പപ്പ എപ്പോഴും നിർബന്ധിക്കാറില്ലേ ഞാൻ കല്യാണം കഴിക്കണമെന്ന്? ആ കാര്യം പറയാനാ. നീ ആരെയോ കണ്ടുവച്ച ലക്ഷണമുണ്ടല്ലോ, പറ ആരാ? മൃദുലയെ കണ്ടത് മുതൽ ഐ ഫീൽ സംതിങ് ഡിഫറെൻറ്റ്. കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ പാർട്ണർ അവളാണെന്ന് തോന്നി തുടങ്ങി. പക്ഷേ മീതുവിൻ്റെ അടുത്തുനിന്ന് ഒരു കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് പപ്പയോടോ അപ്പൂപ്പനോടോ ഒന്നും പറയാതിരുന്നത്. ഇപ്പം ഇത് ഓക്കെ പറഞ്ഞു. സോ ഐ ആം അനൗൺസിങ് അവർ ഡിസിഷൻ ടു ഗെറ്റ് മാരീഡ്. ഫസ്റ്റ് പപ്പ. ഇനി അപ്പൂപ്പനോടും കൂടി പറയണം. മോനെ, ഇപ്പൊ ചെന്ന് നീ ഇതൊന്നും അപ്പൂപ്പനോട് പറയണ്ട. പാവം ഓരോരോ പ്രശ്നങ്ങൾ കാരണം വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണ്. ഇതൊരു സന്തോഷ വാർത്തയല്ലേ പപ്പ? അപ്പൂപ്പൻ്റെ സങ്കടത്തിന് ദിസ് വിൽ ബി എ ഗുഡ് മെഡിസിൻ. പപ്പ പറയുന്ന കേൾക്കും മോനെ. കല്യാണം എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ്. നിങ്ങളുടെ ജീവിതമൊക്കെ തന്നെയാണ്. പക്ഷേ ഒരുപാട് മനസ്സ് വേദനിച്ച് നിൽക്കുന്ന ഒരമ്മയുണ്ട് മൃദുലയ്ക്ക്. അവളെ ഇപ്പോഴും കൊച്ചു കുഞ്ഞായി കാണുന്ന അപ്പൂപ്പനുണ്ട്. അവരുടെ മനസ്സിൽ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ നീ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വേണ്ട മോനെ, ഒക്കെ സാവകാശത്തിൽ മതി. പപ്പയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറിയമ്മ അപ്പൂപ്പന് ഇത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ കല്യാണം കഴിക്കും. പിന്നെ പറയാതിരിക്കുന്ന എന്തിനാ പപ്പ? മോനെ പ്ലീസ്, ആദ്യം പപ്പ എല്ലാവരുടെ മനസ്സൊന്നും അറിയട്ടെ. ഇനി ഈ വീട്ടിൽ വഴക്ക് സങ്കടവും കാണാൻ വയ്യ പപ്പയ്ക്ക്. പപ്പ അത് മോനെ, പപ്പ പറയുന്നത് നീ ഒന്ന് അനുസരിക്കേ. എല്ലാ കാര്യങ്ങളും സാവകാശം പപ്പ ശരിയാക്കി തരാം. പക്ഷേ ഒരു കാരണവശാലും നീ ഈ കാര്യം മറ്റാരോടും പറയാൻ പാടില്ല. ഞാനീ പറയുന്നത് എൻ്റെ മോൻ അനുസരിച്ചേ പറ്റൂ. ഓക്കെ. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ്.
കരുമനോടുള്ള മൃദുലയുടെ നിഷ്കളങ്കമായ പ്രണയമറിയാത്ത നിതിൻ മൃദുലയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് നേരിട്ട് തറവാട്ടിൽ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുമോ? കൃഷ്ണപിള്ള ഇതറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? കരുമനെ നഷ്ടപ്പെടുമെന്ന തോന്നൽ മൃദുലയ്ക്കെതിരെ കടുങ്കൈ ചെയ്യാൻ ചിന്നുവിനെ പ്രേരിപ്പിക്കുമോ? അതോ വഴിമാറിക്കൊടുക്കുമോ? ടീനയുടെ തന്ത്രങ്ങൾ ഫിലിപ്പോസ് അറിയുമ്പോൾ അത് അപകടകരമായൊരു ഏറ്റുമുട്ടലിന് വഴിയൊരുക്കും. അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നു. കാത്തിരിക്കുക. അരികിലില്ലേ ഞാൻ അരികിലില്ലേ, അരികിലില്ലേ ഞാൻ അരികിലില്ലേ, അണയാത്ത ജ്വാലയായി